മദീനയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ വളരെ പരമദരിദ്രരായിരുന്നു ഭൂരിപക്ഷം ആളുകളും. മക്കത്തിൽ നിന്ന് മുഹാജിറായി വന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാൻ ഒരു കിണർ, ശുദ്ധ വെള്ളം, അന്ന് വെള്ളം കാശ് കൊടുത്ത് വാങ്ങേണ്ടിയിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോട്ടിലെത്തുന്നത്. അങ്ങനെ ഇവിടെ ഒരു ജൂത സഹോദരൻ ഉണ്ടായിരുന്നു. ആ ജൂതന്റെ ഒരു വലിയ കിണർ ഉണ്ടായിരുന്നു. ആ കിണറാണ് കാണുന്നത്. ആ കിണറിന്റെ വെള്ളവും ആ കിണറും ഒക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിലക്ക് വാങ്ങുകയാണ്. വിലക്ക് വാങ്ങുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അയാൾ വലിയ വില പറഞ്ഞപ്പോൾ ഒരു ദിവസം മുസ്ലിങ്ങൾക്കും ഒരു ദിവസം അയാൾക്കും ജൂതനും എന്ന നിലക്കായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങളുടെ ദിവസം എല്ലാവരും വന്ന് വെള്ളം കുടിക്കുകയും അടുത്ത ദിവസത്തേക്ക് ശേഖരിക്കുവാനും തുടങ്ങി. അതിനാൽ ജൂതൻ്റെ ദിവസം ജനങ്ങൾ വരാതെയായപ്പോൾ അദ്ദേഹം നഷ്ടം സംഭവിക്കുകയും എന്നാൽ നിങ്ങൾ ഫുൾ എടുത്തോളൂ എന്ന് പറയുകയും അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ വലിയ തോട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ആ തോട്ടത്തിൽ മുസ്ലിങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പം തോട്ടത്തിലുണ്ടായിരുന്ന പഴങ്ങളും ഫലങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പം അത് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ ആ ജൂതൻ്റെ അടുത്തുനിന്ന് ഈ തോട്ടം മുഴുവൻ വാങ്ങിച്ചിട്ട് അതും തന്നെ വഖഫ് ചെയ്തു. ആ കിണറും വഖഫ് ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിലെ ഏറ്റവും സമ്പന്നനായ ആളായിരുന്നു എന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഇതുപോലത്തെ വലിയ, അന്ന് പറഞ്ഞാൽ മനസ്സിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത, ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ വില കൊടുത്തിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ വലിയ തോട്ടവും ഈ കിണറൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് വഖഫ് ചെയ്തത്. വഖഫിന്റെ ഓരോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഒക്കെ ഇതേപോലെ ഭൂമിയായിട്ടും അതുപോലെ കിണറായിട്ടും മറ്റ് പല സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിലക്ക് വാങ്ങിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണാം. അതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വലിയ മഹാമനസ്കതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, മകുടോദാഹരണമാണ് ഈ കാണുന്ന വലിയ തോട്ടവും കിണറും.